ആദംസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഈ ചാനലിൻ്റെ വ്യൂവേഴ്സിന് നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗീവ് അവേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. DTDC വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത്. പ്ലാൻസുകൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഈ വരുന്ന മൺഡേ DTDC ഹോളിഡേ ആണ്. ട്യൂസ്ഡേ മുതൽ നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നതായിരിക്കും. പ്ലാൻസിൻ്റെ നെയിമും റേറ്റും അയക്കുന്ന പ്ലാൻസിൻ്റെ സൈസും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും. നമ്മുടെ ഗീവ് അവേയുടെ വിന്നറെ തിരഞ്ഞെടുക്കുന്ന കാലാവധി ഇന്ന് ജൂൺ 15 മുതൽ ജൂൺ 30 വരെയുള്ള ടൈമാണ് കേട്ടോ. ടൈം പീരീഡ് ആയിരിക്കും നമ്മുടെ വിന്നറെ തിരഞ്ഞെടുക്കുന്ന കാലാവധി. ഫസ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു കേളി ടൈപ്പ് ഫേണാണ് കേട്ടോ. ഹാങ്ങിങ് പോട്ടിലും സാധാ പോട്ടിലും സെറ്റ് ചെയ്ത് വളർത്താവുന്ന നല്ലൊരു പ്ലാന്റാണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റ് ഏകദേശം ഇത്രയും സൈസ് വരുന്ന പ്ലാന്റാണ് കേട്ടോ. റേറ്റ് വരുന്നത് 40 രൂപയാണ്. നെക്സ്റ്റ് വരുന്ന പ്ലാന്റും ഒരു ഫേൺ തന്നെയാണ്. ഹാർട്ട് ഫേണാണ്. അതിൻ്റെ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം ഇത്രയായിരിക്കും കേട്ടോ. ഇനി റേറ്റ് വരുന്നത് 40 രൂപയാണ്. നല്ല ഹാർട്ട് ഷേപ്പിൽ നല്ല പോട്ടിൽ ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 40 രൂപ. അടുത്തത് ചൈന ഡോളിൻ്റെ പ്ലാന്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചൈന ഡോള് സെയിലിനായിട്ട് ഇട്ടായിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ പ്ലാന്റാണ് കേട്ടോ. റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് റെഡ് കെയിൻ ബീഗോണിയയുടെ പ്ലാന്റാണ് കേട്ടോ. റൂട്ടഡ് പ്ലാന്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കട്ടിങ്സ് കൊടുത്തിട്ടുള്ള പ്ലാന്റാണ്. അതിൻ്റെ റൂട്ടഡ് പ്ലാന്റാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. റേറ്റ് വരുന്നത് ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 20 രൂപയാണ് കേട്ടോ. അടുത്തതും നല്ല ഭംഗിയുള്ള ഒരു കെയിൻ ബിഗോണിയയുടെ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ്. സിൽവർ കളറും ലൈറ്റ് പിങ്കും കളറോട് കൂടി നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയ പ്ലാന്റ്. അതിൻ്റെ റൂട്ടഡ് പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 25 രൂപ. ഈ 2 ബിഗോണിയകൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ സെയിലിന് ഇട്ടിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ 2 ബിഗോണിയകളും എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ മതിലിൻ്റെ സൈഡിൽ നട്ടു വളർത്തിയിട്ടുള്ള ബിഗോണിയകളാണ് കേട്ടോ. ഈ അവസരത്തിൽ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അടുത്തത് വാക്സ് ബിഗോണിയയുടെ റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ബിഗോണിയയുടെ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 25 രൂപയാണ്. അടുത്ത വരുന്ന പ്ലാന്റ് സാറ്റിൻ പോത്തോസ് ആണ്. അതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 25 രൂപയാണ്. അടുത്തത് വരുന്നത് മോൺസ്ട്ര പെറുവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ചില പ്ലാന്റുകളുടെ വളരെ കുറച്ച് പ്ലാന്റാണ് കേട്ടോ സ്റ്റോക്കുള്ളൂ. അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പ്ലാന്റ് കൊടുക്കാനുണ്ടാവുള്ളൂ. അടുത്ത പ്ലാന്റ് മോൺസ്ട്ര ബ്രോക്കൺ ഹാർട്ടിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പേര് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും. അടുത്തത് പേർഷ്യൻ ഷീൽഡിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് 25 രൂപയാണ്. അടുത്ത പ്ലാന്റ് ഒരു അരേലിയ പ്ലാന്റാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്ത വരുന്ന പ്ലാന്റും വാരിഗേറ്റഡ് അരേലിയയുടെ പ്ലാന്റാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാം കട്ടിങ് സെയിലിനായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ കിട്ടാത്തവർക്കും റൂട്ടഡ് പ്ലാന്റ് ആവശ്യമുള്ളവർക്കും വാങ്ങാവുന്നതാണ് കേട്ടോ. അടുത്തതും ഒരു അരയിലെ പ്ലാന്റാണ്. പ്ലാസ്റ്റിക് പോലെ തോന്നിക്കുന്ന ലീഫോട് കൂടിയ പ്ലാന്റ്. അതിൻ്റെ റൂട്ടോട് കൂടിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. കണ്ടാൽ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണെന്ന് തോന്നിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള അരയിലാണ്. നെക്സ്റ്റ് പ്ലാന്റുകൾ ഡ്രസ്സീന വെറൈറ്റിയിൽപ്പെട്ട കുറച്ച് പ്ലാന്റുകളാണ്. അതിൻ്റെ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് ഡ്രസ്സീന ഗ്രീൻ ടൈപ്പിൽ ഗ്രീനും അതിൽ യെല്ലോ ഷെയ്ഡോടും കൂടിയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 35 രൂപയാണ് കേട്ടോ. അടുത്തതും റെഡ് കളറ് ഡ്രസ്സീനയാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് വലിയ പ്ലാന്റാണ് കേട്ടോ. അതിലൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 35 രൂപ തന്നെയാണ്. നല്ല സൺലൈറ്റിൽ വെച്ച് റെഡ് കളറാവുന്ന പ്ലാന്റാണ് ഇത്. നമ്മളിപ്പോൾ വേര് പിടിപ്പിക്കാൻ വെച്ചപ്പോൾ ഷെയ്ഡിൽ വെച്ചപ്പോൾ കുറച്ച് റെഡ് കളറ് പോയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 35 രൂപയാണ്. അടുത്തതും ഒരു റെഡ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഡ്രസ്സീനെയാണ്. റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്തത് നേരോ ലീഫ് റെഡ് പിങ്ക് ഗ്രീൻ ഷെയ്ഡോട് കൂടി വരുന്ന ഡ്രസ്സീനെയാണ്. അതിൻ്റെ റേറ്റ് വരുന്നതും 35 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം ഇത്രയാണ്.
അടുത്തത് ബ്ലൂ ക്ലസ്റ്റർ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ക്രീപ്പറായിട്ടും പോട്ടിൽ വെട്ടി നിർത്തിയ ബുഷായിട്ട് വളർത്താവുന്ന ബ്ലൂ കളറ് നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്ത പ്ലാന്റ് പിങ്ക് ഹൈഡ്രാഞ്ചിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ. പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയയുടെ പ്ലാന്റ് ആണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം ഇത്രയായിരിക്കും. അടുത്ത വരുന്ന പ്ലാന്റ് ക്രോട്ടൺ പ്ലാന്റ് ആണ്. ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഈ ടൈപ്പ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 35 രൂപയാണ്. അടുത്ത വരുന്ന പ്ലാന്റും ഒരു നിയോൺ യെല്ലോ കളറിൽ ലീഫ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. ലീഫാണ് കാണാൻ ഭംഗി, ചെറിയ ഫ്ലവർ ഉണ്ടാവുമെങ്കിൽ ലീഫ് കാണാനാണ് കൂടുതൽ ഭംഗി കേട്ടോ. ഇതിപ്പോൾ ഷെയ്ഡിൽ വെച്ചുകൊണ്ട് ഗ്രീൻ കളറാണ്. നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ ലീഫ് യെല്ലോ കളറായി മാറും. റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്തത് ഡാർക്ക് മജന്ത കളറ് പെൻഡാസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 35 രൂപയാണ്. ഇതിൽ 2 പ്ലാന്റ് ഉണ്ട്. അതിലൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 35 രൂപയാണ്. നല്ല ഡാർക്ക് കളറ് മജന്തയാണ് ഫ്ലവർ വരുന്നത്. അടുത്ത വരുന്ന പ്ലാന്റ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. കറക്റ്റ് പേരറിയില്ല. അതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 45 രൂപയാണ്. അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതായിരിക്കും. അടുത്തതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പൈപ്പർ ഓർണാട്ട എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 45 രൂപയാണ്. ഇനി നമ്മുടെ ഗീവ് അവേയുടെ കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ ഗീവ് അവേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഈ പ്ലാന്റ് ആണ് കേട്ടോ. ഫിലോഡെൻഡ്രോണിൻ്റെ കാൾക്കിൻസ് ഗോൾഡിൻ്റെ ഈ പ്ലാന്റ് ആണ്. ഈ സെയിം പ്ലാന്റ് ആണ് നമ്മൾ വിന്നറായിട്ട് വരുന്ന ആൾക്ക് അയച്ചു കൊടുക്കുന്നത്. അതിനു വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ഇടുക. ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളായിരിക്കും കേട്ടോ വിന്നറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് വിന്നറുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾ ഫസ്റ്റ് വിന്നറും അതിന് താഴെയായിട്ട് ലൈക്ക് കിട്ടുന്ന ആൾ സെക്കൻഡ് വിന്നറായിട്ടാണ് കേട്ടോ തിരഞ്ഞെടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. നിങ്ങളിടുന്ന കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളെയാണ് കേട്ടോ വിന്നറായി എടുക്കുക. കഴിഞ്ഞ തവണ ഗീവ് അവേയിൽ കമൻറ്റ് ചെയ്തതിൻ്റെ താഴെ കുറച്ച് കമൻറ്റ് ഇട്ടതായി കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെയല്ല, ലൈക്ക് കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത്. സെക്കൻഡ് വിന്നർക്ക് കൊടുക്കുന്ന പ്ലാന്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നു. ഇത് സെയിലിനായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തത് കലാത്തിയയുടെ ഈ ഒരു ടൈപ്പ് കലാത്തിയയുടെ പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തതും ഈ ഒരു ടൈപ്പ് കലാത്തിയയുടെ ഈ ഫുൾ പോട്ട് വരുന്നത് 60 രൂപ. അടുത്ത വരുന്ന പ്ലാന്റ് അഗ്ലോണിമയുടെ നാരോ ലീഫിൻ്റെ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ മുന്നേ സെയിലിന് ഇട്ടിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് അയച്ചാൽ മതിയാവും. അടുത്തത് ബ്ലാക്ക് ഹോമിലോമിനയുടെ പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് 35 രൂപയാണ്. അടുത്ത വരുന്ന പ്ലാന്റ് പെപ്പറോമിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ. അതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്ത വരുന്ന പ്ലാന്റിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ഒരു ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. നമ്മുടെ ഗീവ് അവേക്ക് ഇന്ന് ജൂൺ 15 മുതൽ ജൂൺ 30 വരെയുള്ള സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന ലൈക്കും കമൻറ്റാണ് കേട്ടോ നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുന്നത്. നമ്മൾ സെക്കൻഡ് വിന്നർക്ക് കൊടുക്കുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ. ഫിലോഡെൻഡ്രോൺ സിൽവർ സ്ട്രീക്കിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റാണ് നമ്മൾ സെക്കൻഡ് വിന്നർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഈ ജൂൺ 15 മുതൽ 30 വരെ കിട്ടുന്ന ആളായിരിക്കും ഫസ്റ്റ് വിന്നർ. അതിന് താഴെ ലൈക്ക് കിട്ടുന്ന ആളാണ് സെക്കൻഡ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഗീവ് അവേയിൽ ഫസ്റ്റ് വിന്നർക്ക് ഈ ഫിലോഡെൻഡ്രോണിൻ്റെ കാൾക്കിൻസ് ഗോൾഡിൻ്റെ പ്ലാന്റും സെക്കൻഡ് വിന്നർക്ക് ഫിലോഡെൻഡ്രോൺ സിൽവർ സ്ട്രീക്കിൻ്റെ ഈ പ്ലാന്റുമായിരിക്കും കേട്ടോ ഗീവ് അവേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.